ദൃശ്യ ന്യൂസിന്റെ റൂട്ടഡ് ആപ്പിലൂടെ കാണാൻ പോകുന്നത് മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളാണ്. മനുഷ്യാവകാശ കമ്മീഷൻ ആദ്യത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത് 1212 ജൂൺ 15 ഇംഗ്ലണ്ടിൽ വെച്ച് ജോൺ രണ്ടാമൻ രാജാവാണ്. അപ്പോൾ ആദ്യത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനം 1212 ജൂൺ 15 ആരായിരുന്നു? ഇംഗ്ലണ്ടിൽ വെച്ച് ജോൺ രണ്ടാമൻ രാജാവ്. 1948 ഡിസംബർ 10 UN ജനറൽ അസംബ്ലി പാരീസിൽ വെച്ച് ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി. രണ്ട് ഡേറ്റും പ്രത്യേകം ഓർത്ത് വെച്ചാൽ ഒന്ന് 1212 അത് ജോൺ രണ്ടാമൻ രാജാവാണ് ആദ്യത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനം. രണ്ടാമത്തേത് 1948 ഡിസംബർ 10 UN ജനറൽ അസംബ്ലി പാരീസിൽ വെച്ച് ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി. 1950 മുതൽ ഡിസംബർ 30 മനുഷ്യാവകാശ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. അപ്പോൾ മനുഷ്യാവകാശ ദിനം എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസംബർ 10 അത് ആഘോഷിക്കാനായിട്ട് തുടങ്ങിയത് 1950 മുതലാണ്. ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനം യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് UDHR. ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനം റെസൊല്യൂഷൻ 217 എന്നും അറിയപ്പെടുന്നു. ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പ്രധാന പങ്ക് വഹിച്ച വനിത ആരാണ്? എലിനോർ റൂസ്വെൽറ്റ്. മനുഷ്യാവകാശ പ്രഖ്യാപനത്തില് 30 ആർട്ടിക്കിൾസ് ആണുള്ളത്. മനുഷ്യാവകാശ പ്രഖ്യാപനത്തില് 30 ആർട്ടിക്കിൾസ് ആണുള്ളത്. മനുഷ്യ അവകാശവുമായി ബന്ധപ്പെട്ട 2 അന്താരാഷ്ട്ര ഉടമ്പടികളുണ്ട്. ഇന്റർനാഷണൽ കവനന്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ്, ഇന്റർനാഷണൽ കവനന്റ് ഓൺ എക്കണോമിക്സ് ആൻഡ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ്. UN ജനറൽ അസംബ്ലി ഇവ രണ്ടും അംഗീകരിച്ചത് 1966 ഡിസംബർ മാസത്തിലായിരുന്നു. 1991 പാരീസ് പ്രിൻസിപ്പിൾസ് പാരീസിൽ വെച്ച് നടത്തിയ സമ്മേളനത്തിൽ ദേശീയ തലത്തിൽ മനുഷ്യാവകാശ സ്ഥാപനങ്ങളുടെ ആവശ്യകതയെക്കുറിച്ചുള്ള തത്വങ്ങൾ രൂപീകരിച്ചു. ഇതിനെയാണ് നമ്മൾ പാരീസ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ 1991 പാരീസിൽ വെച്ച് നടത്തിയ സമ്മേളനത്തിൽ ദേശീയ തലത്തിൽ വെച്ച് മനുഷ്യാവകാശ സ്ഥാപനങ്ങളുടെ ആവശ്യകതയെക്കുറിച്ചുള്ള തത്വങ്ങൾ രൂപീകരിച്ചു. അതാണ് പാരീസ് പ്രിൻസിപ്പിൾസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത് 1991 ഈ തത്വങ്ങൾ രൂപീകരിച്ചത്. അത് UN അംഗീകരിച്ചത് 1993 നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അഥവാ NHRC, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. നമ്മൾ നേരത്തെയും പഠിച്ചപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഇതിൽ വരുന്നതാണെന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് വെച്ചാൽ പാർലമെന്റ് പാസ്സാക്കുന്ന നിയമം വഴി നിലവിൽ വരുന്നത്. അപ്പൊ എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി? പാർലമെന്റ് പാസ്സാക്കുന്ന നിയമം വഴി നിലവിൽ വരുന്നതിനെയാണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. അപ്പോൾ 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഭേദഗതി ചെയ്തത് 2 പ്രാവശ്യമാണ്. ഒന്ന് 2006 മറ്റൊന്ന് 2019. ഇന്ത്യൻ മനുഷ്യാവകാശത്തിന്റെ കാവൽക്കാരൻ എന്നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നമ്മൾ വിളിക്കുന്നത്. ഇന്ത്യൻ മനുഷ്യാവകാശത്തിന്റെ കാവൽക്കാരൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ സ്ഥിരം അംഗങ്ങൾ ആരൊക്കെയാണ്? 2019 ഈ ഭേദഗതിയിലൂടെ മനുഷ്യാവകാശ കമ്മീഷനിലെ സ്ഥിരാംഗങ്ങളുടെ എണ്ണം
ചെയർമാൻ ഉൾപ്പെടെ 6 ആക്കുന്നത്. അതിനു മുമ്പ് എത്രയായിരുന്നു? 5 പേരായിരുന്നു. അപ്പൊ 2019 ഭേദഗതിയിലൂടെയാണത് 6 ആക്കി മാറ്റുന്നത്. അതിനു മുമ്പ് 5 ആയിരുന്നു. സ്ഥിര അംഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെയർമാൻ. അത് ആരാണ് ചെയർമാനായിട്ട്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആകുന്നത് ആരാണ്? അതിന്റെ യോഗ്യത എന്താണ്? സുപ്രീം കോടതി റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ റിട്ടയേർഡ് ജഡ്ജിക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ സ്ഥാനത്തേക്ക് വരാം. രണ്ടാമത്തെ അംഗം സുപ്രീം കോടതി നിലവിലെ ജഡ്ജോ റിട്ടയേർഡ് ജഡ്ജോ ആകാം. അപ്പൊ ആദ്യത്തെ അംഗം കഴിഞ്ഞു, രണ്ടാമത്തെ അംഗമാണ്. മൂന്നാമത്തെ അംഗം ഹൈക്കോടതി നിലവിലെ ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ റിട്ടയേർഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ ആണ് മൂന്നാമത്തെ അംഗം. 4, 5, 6 അംഗങ്ങള് മനുഷ്യാവകാശ മേഖലകളിൽ പ്രവൃത്തി പരിചയമുള്ള വ്യക്തികളെയാണ് 4, 5, 6 ആകുന്നത്. അതിൽ ഒരാള്, ആ 3 പേരിൽ ഒരാള് വനിതയായിരിക്കണം എന്നുള്ളൊരു നിയമം കൂടെ ഉണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ 2019 ഭേദഗതി മുതൽ 7 പേരാണ് അതിനകത്തുള്ളത്. അതിനു മുമ്പ് 4 പേരായിരുന്നു. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ അധ്യക്ഷൻ, ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ അധ്യക്ഷൻ, ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ, ദേശീയ മൈനോറിറ്റി കമ്മീഷന്റെ അധ്യക്ഷൻ. 2019 ഭേദഗതിക്ക് ശേഷം കൂട്ടിച്ചേർത്ത എക്സ് ഒഫീഷ്യോ അംഗങ്ങളാണ്. അത് 2019 4 പേരായിരുന്നു. ആ 4 പേരെ കുറിച്ചാണ് ഇപ്പോൾ പ്രതിപാദിച്ചത്. അതിനുശേഷം 2019 വന്നപ്പോൾ ഭേദഗതിയിലൂടെ വീണ്ടും 3 അംഗങ്ങളെ കൂടെ ചേർത്ത്. അതാരൊക്കെയാണെന്ന് കൂടെ നോക്കാം. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ അധ്യക്ഷൻ, ദേശീയ ബാലാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ, ദേശീയ അംഗപരിമിതരുടെ ഹൈക്കമ്മീഷണർ. അങ്ങനെ മൊത്തം 7 പേരാണ് ഇതിലെ അംഗങ്ങളായി വരുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ സ്ഥിരം അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നിർദ്ദേശക കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം. 6 അംഗങ്ങളാണുള്ളത്. പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, ലോകസഭാ സ്പീക്കർ, രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്, ലോകസഭാ പ്രതിപക്ഷ നേതാവ്. ആരൊക്കെയാണ് വരുന്നത്? പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, ലോകസഭാ സ്പീക്കർ, രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്, ലോകസഭാ പ്രതിപക്ഷ നേതാവ്. അങ്ങനെ മൊത്തം 6 പേരാണ് അംഗങ്ങളായിട്ട് വരുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി 3 വർഷമാണ്. എന്ന് വെച്ചാൽ 70 വയസ്സ് വരെയാണ്. 70 വയസ്സ് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പുനർനിയമനത്തിന് വീണ്ടും അവരുടെ അതിനുള്ള അവകാശം ഉണ്ടായിരിക്കുന്നതാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ സ്ഥിരം അംഗങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനുള്ള നിർദ്ദേശക കമ്മിറ്റിയിലെ നിർദ്ദേശക കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയാണ് ഒന്നാമത്തെ ആള്, 2 ആഭ്യന്തരമന്ത്രി, 3 ലോകസഭാ സ്പീക്കർ, 4 രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ, 5 രാജ്യസഭ പ്രതിപക്ഷ നേതാവ്, 6 ലോകസഭാ പ്രതിപക്ഷ നേതാവ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗങ്ങളെ നിയമിക്കുന്നത് പ്രസിഡന്റാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നീക്കം ചെയ്യുന്നതിനുള്ള അധികാരവും പ്രസിഡന്റിന് തന്നെയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങൾ രാജി നൽകേണ്ടതും പ്രസിഡന്റിന്റെ അടുക്കലാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആപ്തവാക്യം പ്രത്യേകമായിട്ട് ഓർത്തു വെച്ചേക്കുക. സർവേ ഭവന്തു സുഖിന, സർവേ ഭവന്തു സുഖിന, അതാണ് ഇതിന്റെ ആപ്തവാക്യം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ സിഇഒ, സെക്രട്ടറി ജനറൽ. മനുഷ്യാവകാശ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? മാനവ് അധികാർ ഭവൻ, സർദാർ പട്ടേൽ ഭവൻ, ഫരീദ് കോട്ട് ഹൗസ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ സ്ഥാനത്ത് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഈ വ്യക്തികളെ ഓർത്തിരിക്കണം. ജസ്റ്റിസ് രംഗനാഥ മിശ്ര 1, എം.എൻ. വെങ്കടചെല്ലയ്യ 2ാമതായിട്ടും, എസ് വർമ്മ 3, 4 എ.എസ്. ആനന്ദ്, 5 എസ്. ചന്ദ്രബാബു, 6 കെ.ജി. ബാലകൃഷ്ണൻ, 7 എച്ച്.എൽ. ദന്തു, 8 അരുൺകുമാർ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായിട്ടുള്ള ആദ്യത്തെ മലയാളിയാണ് കെ.ജി. ബാലകൃഷ്ണൻ അഥവാ ജസ്റ്റിസ് കെ.ജി. ബാലകൃഷ്ണൻ.
ഏറ്റവും കൂടുതൽ കാലം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനുമായിരുന്ന വ്യക്തി കൂടെ ആയിരുന്നു ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ സ്ഥാനത്തെത്തിയ ചീഫ് ജസ്റ്റിസ് അല്ലാത്ത ഏക വ്യക്തിയാണ് അരുൺകുമാർ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായ ആദ്യ വനിത ഫാത്തിമ ബിവി. ഫാത്തിമ ബിവിയെ കുറിച്ചുള്ള ജീവചരിത്രമാണ് നീതിയുടെ ധീരസഞ്ചാരം. നീതിയുടെ ധീരസഞ്ചാരം എഴുതിയത് KT അഷ്റഫ് ആണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, ഇപ്പൊ നേരത്തെ നമ്മൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചാണ് പഠിച്ചത്. ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് വരുമ്പോൾ അംഗങ്ങളുടെ എണ്ണം 3 ചെയർമാൻ ഹൈക്കോടതിയിൽ നിന്നും വിരമിച്ച ചീഫ് ജസ്റ്റിസ് ആണ്. രണ്ടാമത്തെ അംഗം ഹൈക്കോടതിയിൽ നിലവിലുള്ളതോ വിരമിച്ചതോ ആയ ജഡ്ജ് അല്ലെങ്കിൽ ജില്ലാ കോടതിയിൽ 7 വർഷം പ്രവൃത്തി പരിചയമുള്ള ജഡ്ജ്. മൂന്നാമത്തെ അംഗം മനുഷ്യാവകാശ പ്രവർത്തനങ്ങളിൽ പരിചയമുള്ള ഒരു വ്യക്തി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ CEO സെക്രട്ടറി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള സമിതിയിൽ 4 അംഗങ്ങളാണുള്ളത്. മുഖ്യമന്ത്രി, നിയമസഭാ സ്പീക്കർ, ആഭ്യന്തരമന്ത്രി, നിയമസഭാ പ്രതിപക്ഷ നേതാവ്. ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിലുള്ള സംസ്ഥാനങ്ങളിൽ 6 പേരാണ് ഇതിനകത്ത് ഉള്ളത്, മറ്റേത് 4 പേരും. ലെജിസ്ലേറ്റീവ് കൗൺസിൽ പ്രതിപക്ഷ നേതാവ്, ലെജിസ്ലേറ്റീവ് കൗൺസിൽ ചെയർമാൻ എന്നിവരും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് 6 പേര് ആകുന്നത്. എവിടെയാണ്? ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിലുള്ള സംസ്ഥാനങ്ങളില്. അല്ലാത്തടത്ത് 4 പേര് മാത്രമായിരിക്കും. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ്. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിർമ്മിക്കുന്ന ആരാണ്? പ്രസിഡന്റ്. അത് മറന്നു പോകണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ഓർത്തു വെച്ചേക്കുക. സംസ്ഥാനവും ദേശീയവും സംസ്ഥാനവും. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങൾ രാജി നൽകേണ്ടത് ഗവർണർക്കാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് നൽകേണ്ടത് സംസ്ഥാന സർക്കാരിനാണ്. കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് നൽകേണ്ടത് കേന്ദ്ര സർക്കാരിനാണ്. സംസ്ഥാനത്തിൻ്റെത് സംസ്ഥാനത്തിനും കേന്ദ്രത്തിന്റെ വേണം. ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം ഷെഡ്യൂളിലുള്ള സംസ്ഥാന ലിസ്റ്റിലും ലിസ്റ്റ് 2 കൺകറന്റ് ലിസ്റ്റിലും ലിസ്റ്റ് 3 പരാമർശിച്ചിരിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രമേ ഒരു സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന് മനുഷ്യാവകാശ ലംഘനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അത് ഓർത്തിരിക്കുക. എപ്പോഴാണ് ഇതിനെക്കുറിച്ച് ലംഘനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കഴിയുന്നത്? എപ്പോഴാണ്? 7ാം ഷെഡ്യൂളിൽ സംസ്ഥാന ലിസ്റ്റിലും ലിസ്റ്റ് 2 കൺകറന്റ് ലിസ്റ്റിലും ലിസ്റ്റ് 3 കൺകറന്റ് ലിസ്റ്റിൽ അത് പരാമർശിച്ചിരിക്കുന്ന വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമേ ഇവർക്ക് അന്വേഷിക്കാനായിട്ടുള്ള അധികാരമുള്ളൂ. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1998 ഡിസംബർ 11 അതിന്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആദ്യ ചെയർമാനായിരുന്നത് ഫരീദ് പിള്ള. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. മനുഷ്യാവകാശങ്ങളിൽ മനുഷ്യത്വരഹിത തെറ്റുകളും എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് VR കൃഷ്ണയ്യർ. ജസ്റ്റിസ് VR കൃഷ്ണയ്യർ. പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് 1976 ഈ PUCL, അതായത് പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് എന്ന ഇത് സ്ഥാപിച്ചത് ജയപ്രകാശ് നാരായണനാണ്. സമൂഹത്തിലെ എല്ലാ അംഗങ്ങളുടെയും അവകാശങ്ങളും മനുഷ്യാവകാശങ്ങളെയും സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന രാജ്യത്തെ ഏറ്റവും വലിയ മനുഷ്യാവകാശ സംഘടനയാണ് PUCL അഥവാ പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെയും കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചാണ് പഠിച്ചത്. എല്ലാവരും കൃത്യമായിട്ട് നോട്ടുകൾ എഴുതി തന്നെ പഠിക്കണം. ഒരിക്കൽ കൂടി അത് ഓർമ്മിപ്പിക്കുകയാണ്. താങ്ക് യു.